അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റിച്ച് മൈൻഡ് സെറ്റും പുവർ മൈൻഡ് സെറ്റും മണിയിൽ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് വിശദീകരിച്ചൊന്ന് നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് റിച്ച് മൈൻഡ് സെറ്റും പുവർ മൈൻഡ് സെറ്റും കുറേ ഇടയിലുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അത് പൈസയിൽ അത് ഇതാക്കുന്നത്, പ്രാവർത്തികം, അത് അഴുക്ക മൈൻഡ് സെറ്റ്, റിച്ച് മൈൻഡ് സെറ്റ്, അതാണ് ഞാനിന്ന് മെയിൻലി സംസാരിക്കാൻ പോകുന്നത്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കെല്ലാം സെയിം മണി സെയിം ടൈം എല്ലാം ആയിരിക്കും, പക്ഷേ പലർക്കും റിസൾട്ട് ഡിഫറെൻ്റ്ലി ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? കാരണം എല്ലാം മൈൻഡ് സെറ്റാണ്. അപ്പോൾ നിങ്ങളെ മൈൻഡ് സെറ്റ് മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. പിന്നെ റിച്ച് ആകാൻ ലക്ക് വേണ്ടെന്ന് പലരും പറയുന്നുണ്ട്. റിച്ച് ആവാൻ വേണ്ടി ലക്കൊന്നും വേണ്ട, പക്ഷേ സത്യത്തിൽ ഡിഫറൻസ് ഉണ്ടാകുന്നത് മൈൻഡ് സെറ്റാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. മൈൻഡ് സെറ്റ് മാറ്റിയാൽ തന്നെ നമുക്ക് റിച്ച് ആവാൻ എല്ലാം ആവാം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും നമുക്കാവാം. പിന്നെ റിച്ച് മൈൻഡ് സെറ്റും പുവർ മൈൻഡ് സെറ്റും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടാൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഷോക്കാവും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്നിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക. വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നോക്കാം. പിന്നെ അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്പെൻഡിങ്ങും ഇൻവെസ്റ്റിങ്ങും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പം പുവർ മൈൻഡ് സെറ്റ് ഉള്ളവർ പൈസ കിട്ടിയാൽ സ്പെൻഡ് ചെയ്യും, മനസ്സിലായ? അപ്പം തന്നെ അവർക്ക് സ്പെൻഡ് ചെയ്ത് കളയണമെന്നുള്ള ഒരു മെൻറ്റാലിറ്റി വരും. അതത്ര നല്ലതല്ല, മനസ്സിലായ? അല്ലാത്തൊരു ആലോചിച്ച് നോക്കും. ഇപ്പോൾ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർ അതിനെ ഇൻവെസ്റ്റ് ചെയ്യും, എടുത്ത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരത് വെച്ചിരിക്കും മാറ്റി, മനസ്സിലായി? ഇത് പൈസ അടിച്ച് കളയുന്ന ആൾക്കാരാണ്. അവരത്ര മുന്നോട്ട് പോകില്ല. ഇപ്പോൾ എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഫോൺ അപ്ഗ്രേഡ് ചെയ്തതിന് പകരം സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് റിച്ച് മൈൻഡ് സെറ്റ്. അടുത്ത ഫോൺ ഇറങ്ങും, നമ്മൾ പോയി ഫോൺ എടുക്കും. അല്ലാതെ സ്കില്ല്, ഓരോരുത്തരുടെ സ്കില്ല് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നോക്ക്. നിങ്ങളെന്തായാലും റിച്ച് മൈൻഡ് സെറ്റ് അതെന്ന് പറയുക അതിന് വേണ്ടി. അതാണ് നല്ലത്. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് ബ്ലെയിമും റെസ്പോൺസിബിലിറ്റിയാണ്. അതെന്ന് പറയുന്നത് പുവർ മൈൻഡ് സെറ്റ്. അത് രണ്ടും ഉണ്ടല്ലോ. പുവർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണ് ഞാനിങ്ങനെ എന്ന് പറയും. എൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണ് ഞാനിങ്ങനെ, അല്ലാതെ ഒന്നുമല്ല. അല്ലാതെ ചെയ്യാൻ നോക്കൂല. ഇപ്പോൾ റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഞാനത് മാറ്റം വരുത്തിയാൽ അത് മാറാനേ ഉള്ളൂ എന്നുള്ള ഒരു പറച്ചിലുണ്ട്. അതോടെ മാറും. ഇപ്പോൾ എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. എക്സ്ക്യൂസ് ഉണ്ടാക്കുന്നവർക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. റെസ്പോൺസിബിലിറ്റി എടുക്കുന്നവർക്കാണ് ഗ്രോത്ത്. എക്സ്ക്യൂസ് ആർക്കാണെങ്കിൽ കണ്ടുപിടിക്കാമല്ലോ, എന്നിട്ട് അത് ഒന്നും ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കും. അതിൽ റിസൾട്ട് ഉണ്ടാവില്ല. അതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റാണ് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നവർക്ക് റിസൾട്ട് ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം വേഴ്സസ് ലോങ് ടേം എന്ന് പറഞ്ഞാൽ പുവർ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ അതെങ്ങനെ പറയും? ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ്സിനെ തേടും. അടുത്തുള്ള ഹാപ്പിനെസ് അവർ തേടും. മറ്റത് ഫ്യൂച്ചറിൽ ബിൽഡ് ചെയ്യും അവർ. റിച്ച് മൈൻഡ് സെറ്റുള്ള ഫ്യൂച്ചറിൽ നമുക്ക് നോക്കാം, ഇപ്പോഴത്തെ ഒന്നും വേണ്ട എന്നുള്ള ഒരു രീതി. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഷോർട്ടും ലോങ് ടേം എന്ന് പറയും. അതിൻ്റെ പറഞ്ഞാൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നെറ്റ്ഫ്ലിക്സ് ബിഞ്ച് വിസസ് ലേണിംഗ് സംതിങ് ന്യൂ. ഡിഫറൻസ് ചെറുതാണ്, ഇമ്പാക്റ്റ് പക്ഷേ നല്ല ഹ്യൂജാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവരൊക്കെ ഇത് പഠിച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കണം അങ്ങനത്തെ രീതിയിലൊക്കെ പോവും. നമ്മളിങ്ങനെ ഓരോന്നൊക്കെ സിനിമയൊക്കെ കളഞ്ഞ് സമയമൊക്കെ കളഞ്ഞ് അതൊരു നല്ല മൈൻഡ് സെറ്റ് അല്ല. മറ്റുള്ളൊരു റിച്ച് മൈൻഡ് സെറ്റാണ്. പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫിയർ വിസസ് ലേണിംഗ് എന്ന് പറഞ്ഞ പോയിന്റാണ്. എന്ന് പറഞ്ഞാൽ പുവർ മൈൻഡ് സെറ്റ് ഉള്ളത് ഫെയിലിയർ ഭയന്ന് ട്രൈ പോലും ചെയ്യില്ല. ഫെയിലിയർ കാരണം അവർ ട്രൈ പോലും ചെയ്യില്ല. റിച്ച് മൈൻഡ് സെറ്റ് പുവർ മൈൻഡ് സെറ്റ് ഒരു പ്രാവശ്യം ഫെയിലായാൽ അവർ പിന്നെ ഒന്നും ചെയ്യില്ല, മനസ്സിലായി? അവർ പിന്നെ വിട്ടുകളയും. മറ്റവരങ്ങനെയല്ല. ഫെയിലായിട്ട് അവർ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്ത് അവർ സക്സസ്സിലെത്തും. അവരൊരു ലെസണായിട്ട് അത് എടുക്കും, എന്നിട്ട് അത് കൊണ്ടുപോകും. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർ ഫെയിലാകാൻ പേടിക്കില്ല, മനസ്സിലായി? അവർ ഫെയിലായാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാവും. പിന്നെ സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാനാണ് പേടി. അവർക്ക് വീണ്ടും ആ ഒരു സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളൊരു പേടി മാത്രമേ കാണൂ. അവരതിനെ തിരുത്താൻ നോക്കും. അവിടെയാണ് അവരെ വിജയം. അതാണ് നാലാമത്തെ പോയിന്റ്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കംഫോർട്ട് സോണും വിസസ് ഗ്രോത്ത് സോൺ എന്ന് പറയും. അത് പുവർ മൈൻഡ് സെറ്റ് ഉള്ളവർ സേഫായി ഇരിക്കും, മനസ്സിലായ? റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർ അൺകംഫർട്ടബിൾ ആകാൻ റെഡിയാണ്, മനസ്സിലായ? ഏത് കറ്റം വരെ അവർ പോവും, മനസ്സിലായ? സേഫായി ഇരിക്കാൻ നോക്കൂല.
എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അവർ മുന്നോട്ട് പോകും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് പറഞ്ഞാൽ ഗ്രോത്ത് എപ്പോഴും കംഫോർട്ട് സോണിന് പുറത്ത് നടക്കുന്ന കാര്യമാണ്. അത് ശരിയാണ്, കംഫോർട്ട് സോൺ നോക്കിയിരുന്ന കാര്യമില്ല. കുറച്ചൊക്കെ മാറണം, നമ്മൾ കുറച്ചൊക്കെ ഇൻട്രോവേർട്ടൊക്കെ മാറി എക്സ്ട്രോവേർട്ടൊക്കെ ആയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലേ നമ്മൾ മുന്നോട്ടെത്തും, അല്ലാതെ എത്തൂല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ പോയിന്റുകൾ. പിന്നെ എനിക്കൊരു ഒന്ന് പറയാനുള്ളത്, മണി ചേഞ്ച് നമ്മളെ ലൈഫ് ചെയ്യില്ല, മനസ്സിലായ? പക്ഷെ നമ്മളെ മൈൻഡ് സെറ്റ് നമ്മളെ പലതും ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. മണി ഒന്നുമല്ല, മണിയൊക്കെ നമുക്ക് വരും. നമ്മളെ മൈൻഡ് സെറ്റ് സെറ്റാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് പൈസ ഉണ്ടാക്കാം. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ നിങ്ങൾ ഏത് മൈൻഡ് സെറ്റാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറയും. ഇതിലൂടെ കമൻറ്റിലൂടെ അറിയിക്കുക. ഹോണസ്റ്റായി കമൻറ്റ് ചെയ്യും, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്കൊക്കെ റിലേറ്റബിൾ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.